ഇന്നലെ ബബ്ബ സിനിമ ഇറങ്ങി. എൻ്റെ ആര്യക്കുട്ടൻ ആ സിനിമയിലുണ്ട്. എല്ലാവരും പോയി വാച്ച് ചെയ്യണം കേട്ടോ. അല്ല ആര്യക്കുട്ടനാണ് ടെൻഷൻ അടിച്ചിരിക്കുമായിരുന്നേ. ഞാനുണ്ടാമേ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് അറിയാം, ആര്യക്കുട്ടൻ അറിയാതെ രാവിലെ പോയിട്ട് സിനിമ കണ്ടിട്ട് വന്ന് ആര്യക്കുട്ടനോട് പറഞ്ഞില്ല കേട്ടോ. എനിക്കും ടെൻഷനായിരുന്നു, ആര്യക്കുട്ടൻ ഉണ്ടാവും ഇനി എഡിറ്റ് ചെയ്തപ്പോൾ പോയി കാണുമോ എന്നൊക്കെ. പക്ഷെ ലാസ്റ്റ് സീനിലൊക്കെ ആര്യക്കുട്ടനുണ്ട് കേട്ടോ. ആര്യക്കുട്ടനെ അവിടെ ഇരുന്ന് തിയേറ്ററിൽ വെച്ച് ആദ്യം കാണിച്ചപ്പോൾ ഉണ്ടല്ലോ ഇങ്ങനെ ആക്കിയേ. അത് കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് സീൻ കാണിച്ചപ്പോൾ ആര്യക്കുട്ടന് ഭയങ്കര സന്തോഷമായി. സിനിമാ നടൻ എന്നിട്ട് ആര്യക്കുട്ടനൊരു സീനിലുണ്ട് അല്ലേ. അങ്ങനെ വിനീത് ശ്രീനിവാസിൻ്റെ ചെറുപ്പകാലമായിട്ട് അഭിനയിക്കാൻ ആര്യക്കുട്ടന് പറ്റിയ. ഞങ്ങളപ്പോൾ ഇന്ന് മുല്ലക്കൽ ചെറപ്പ് തുടങ്ങി. അപ്പോൾ ചെറപ്പിന് പോവാണ് ഗൈസ്. ചെറപ്പിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഇവിടെ ആണെങ്കിൽ ആര്യക്കുട്ടനൊക്കെ എത്ര റൈഡിൽ കയറണം എന്നൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. 4 റൈഡിൽ. ഏതൊക്കെയാണ്? പ്രേതക്കൊട്ടാരോ അതൊക്കെ ഉണ്ടോ അവിടെ? ഗോസ്റ്റ് ഹൗസ്, മരണക്കിണർ, ട്രെയിൻ, ഇടിക്കുന്ന മറ്റേ സാധനം, അത്ര. കാറ് ഇടിക്കുന്ന എന്ത് സാധനം? ഇടിക്കുന്ന കാറ്. 3 ഉള്ളല്ലോ. 4 ട്രെയിൻ അല്ല, നമ്പർ ട്രെയിൻ, മരണക്കിണർ, കാറ്, പ്രേതക്കൊട്ടാരൊക്കെ ഉണ്ടെന്ന് ഇവൻ പറയുന്നത് കേട്ടോ. ഞങ്ങൾ ഇന്ന് എല്ലാവരും റെഡിയായി. അമ്മൂമ്മ ഓൾറെഡി റെഡി ആയിരിക്കുവാണ്. ആബു ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. ഞങ്ങള് അങ്ങോട്ട് പോവാണ്. അപ്പൊ ഞങ്ങൾ അവിടെ ചെന്നിട്ട് കാണാം ഗൈസ്. ഓക്കേ, നോക്കുവാണേ. എടാ ഒരു ഇതെടുക്കണം, മാസ്ക് എടുക്കണം. ആര്യക്കുട്ടാ മാസ്ക് കൊണ്ടേ എടുത്തോ. മാസ്ക് ഉണ്ടാവാ പൊടിയായിരിക്കും അവിടെ. മാർക്കോ എന്താടാ, വെള്ളം വേണോ എന്ന് നിന്നോട് ഭയങ്കര ദേഷ്യമാണ് അവനിപ്പം. ഞാൻ ഇപ്പൊ അവനെ മൈൻഡ് ചെയ്യാത്തോണ്ട് എന്നോട് ഭയങ്കര ദേഷ്യം. എന്നെ കണ്ടു കുരയ്ക്കുന്നവൻ. അമ്മ അങ്ങനത്തെ പാൻറ്റാ അത്. അച്ഛൻ പോയപ്പോഴാ അവന് കരച്ചില്. കണ്ട ചുമ്മാ ഇളക്കി കയറിപ്പാ. പോയിട്ട് വരാവേ മാർക്കോ, പോയിട്ട് വരാവേ. അങ്ങനെ ഞങ്ങളിതേ മുല്ലക്കൽ എത്തി കേട്ടോ. അപ്പം ഓട്ടോ പകുതി വരെ പോവുള്ളൂ, കാരണം അവിടെ മൊത്തം തിരക്കാണേ. അങ്ങനെ നടന്ന് അങ്ങോട്ട് പോകുന്ന വഴിയിൽ കുറേ കച്ചവടങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ നേരത്തെ ഇറങ്ങിയത് കൊണ്ട് തന്നെ ഒത്തിരി ആളുണ്ടായിരുന്നില്ല. ആളുകളൊക്കെ വരുന്നേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ 5 മണി കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഇറങ്ങിയത്. പുതിയ ഐറ്റമാണ് കേട്ടോ. ഈ പ്രാവശ്യമാണ് ഞാൻ ഇത് കാണുന്നത്. ആരെക്കൊണ്ട് അതൊക്കെ പിടിച്ച് നെക്കിയൊക്കെ നോക്കി നടക്കുവാണേ. കൊള്ളാമല്ലോ ആരോ നിൽക്കുവാണല്ലേ. ഇതിൽ കയറണം. എടാ വാടാ. അങ്ങനെ കാർണിവലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ ആര്യക്കുട്ടന് മിക്കി മൗസിൽ കയറണം എന്ന് പറഞ്ഞ് ബഹളം. എല്ലാത്തിനും ഭയങ്കര റേറ്റാണ് കേട്ടോ. അതിൽ 70 രൂപയും കാണാം മിക്കി മൗസിന് കയറുന്നത്. പിന്നെ ഈ ഡേഞ്ചറായിട്ടുള്ള വള്ളം ഇതിൽ ആര്യക്കുട്ടന് കയറണം എന്ന് പറഞ്ഞില്ല ഇപ്രാവശ്യം. ഭാഗ്യം പറയുമായിരിക്കും. കറുക്കുന്ന വാച്ചൊന്നുമില്ല. ഇറങ്ങിക്കൂടെ? എത്രയാ? 550 രൂപ, 400 രൂപ, 600 രൂപയ്ക്കാണ് കേട്ടോ. അവസാനം ഞാൻ വാങ്ങിച്ചില്ല, പറഞ്ഞ പൈസ ഇല്ലടാ. കണ്ടൊക്കെ സാധനമൊക്കെ വാങ്ങിച്ചു തന്നിട്ട് ഭയങ്കര വഷളായി. ഞങ്ങൾ കരിമ്പിൻ ജ്യൂസ് കുടിക്കാൻ വേണ്ടിയുണ്ടല്ലോ അവിടെ നിർത്തി കേട്ടോ. അപ്പം ഞാനും അച്ഛനും അമ്മയും ആര്യക്കുട്ടനും കൂടെ കരിമ്പിൻ ജ്യൂസ് കുടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നാച്ചുറലായിട്ടുള്ളതാണ്, അതുകൊണ്ട് വലിയ ഇതൊന്നുമില്ല. പിന്നെ ഇഞ്ചി നാരങ്ങയൊക്കെ ആ ചേട്ടനോട് പിന്നെ വേഗനെല്ലാം കാടി ഹൻസിക്ക് അടിപൊളി പാവയ്ക്കുണ്ട്.
പാവയ്ക്ക് കഴിച്ച കുറുകുറാന്ന് കുറി കേട്ടോ. നെല്ല് വെളിച്ചെണ്ണ കേട്ടോ, ഓയിലല്ല കേട്ടോ. നമ്മ അതിന്റെ ഫുള്ള് ക്വാളിറ്റിക്ക് കോംപ്രമൈസ്. കഴിയാറായ എങ്ങനെ ഉണ്ടായിരുന്നു? അങ്ങനെ കുറച്ച് പർച്ചേസിങ്ങും അച്ഛനും മുണ്ടും അരിക്കുട്ടൻ ആ സാധനത്തിലെല്ലാം കയറി പിന്നെ ഞങ്ങളുടെ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ. ഓക്കെ, സീ യു.